ഹലോ കൂട്ടുകാരെ, വെയിലല്ലേ, നമുക്ക് എല്ലാത്തിനും കരിയില കൊടുക്കാം. നല്ല തണുപ്പും കിട്ടും, വളവും ആവും. എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം മുകളിൽക്കൂടെ ഇലക്കൂടെ എല്ലാം ഒഴിച്ചു കൊടുക്കാം. കരിയില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചാണകപ്പൊടിയോ മണ്ണോ ഒക്കെ ഇടുകയും ചെയ്യും. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞങ്ങളിവിടെ ആദ്യമേ ചാണകപ്പൊടി ഇട്ടു, അത് കഴിഞ്ഞ് കരിയില ഇട്ടു. ഇപ്പോൾ ചാണക സ്ലറി ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്നുണ്ട്. കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറി ഒഴിക്കുന്നുണ്ട്. നല്ല തണുപ്പ് കിട്ടട്ടെ. കരിയില നല്ല വളമാണ്, തണുപ്പും കിട്ടും. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അത്തിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കരിയില ഇട്ട് കൊടുക്കും. കരിയില പൊതിയിടുക എന്ന് ഞങ്ങൾ പറയും. അത്തി പഴുക്കാറായി. ഇനി നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത്തിക്കായലെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കും. കരിയിലിടുമ്പോൾ നല്ല തണുപ്പാണ്. കാർബൺ അടങ്ങിയാണ് കരിയില. വെള്ളം ഒഴിക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് വളമായിട്ട് തീർന്നോളും. കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറി ഒഴിക്കുന്നുണ്ട്. പിന്നെ അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കാം, തണുപ്പ് കിട്ടട്ടെ. അത്തിക്കൊക്കെ ഇങ്ങനെ ഒഴിക്കുക, ഇലകളിൽ കൂടെ തന്നെ ഒഴിക്കാം. ചോട്ടിലും ഇലയിലും എല്ലാം ഒഴിച്ചു കൊടുക്കാം. മാവിനൊഴിക്കാം. ലോഗനൊഴിച്ചു. അപ്പോൾ വാടാതെ ഉണങ്ങാതെ ഇലകൾ പഴുക്കാതെയൊക്കെ ഇരുന്നോളും. കരിയിലിട്ട് തണുപ്പ് കൊണ്ടേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് തണുപ്പായിട്ട് ഇരുന്നോളും. അവക്കാടൊക്കെ ഇടാം. എല്ലാത്തിനും ഇലകളുടെ മേളിൽക്കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. സപ്പോർട്ടൊക്കെ ഇടാം. സപ്പോർട്ടൊക്കെ നല്ലപോലെ മുഴുത്ത് വരും. കാർബൺ അല്ലേ, കരിയിലിട്ട് കൊടുക്കുമ്പോൾ നല്ല വളമല്ലേ. അബിവിനിടാം. അബിന് ഇലക്കൂടെയും മുകളിൽക്കൂടെയും എല്ലാം വെള്ളം ഒഴിക്കാം. പഴുക്കാറൊക്കെ ആയി. നല്ല വെള്ളം കൊടുക്കുമ്പോൾ ഇലകളൊന്നും പഴുക്കാതിരുന്നോളും. ഇപ്പോഴേ പഴുക്കാൻ തുടങ്ങി. പല വലിപ്പത്തിലുണ്ടാകുന്നു. ഒന്ന് ചെറുത്, വലുത്, ചിലത് പഴുത്തു വരുന്നു. ചെടികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഒഴിക്കാം. പച്ചക്കറികൾക്കൊക്കെ കരിയില പൊതിയിട്ട് കൊടുക്കാം. അത്തി പഴുക്കാറ അത്തിക്ക് ഇട്ട് കൊടുക്കാം. ടെറസിലും കിണറിന് മേലെയൊക്കെ കിടക്കുന്ന കരിയില അടിച്ചു വാരി ഇതിൻ്റെ ചോട്ടിക്കൊണ്ടിടാം. നാരകത്തിനിട്ട് കൊടുക്കാം. നെല്ലിക്കിട്ട് കൊടുക്കാം, തക്കാളിക്കിട്ട് കൊടുക്കാം, വഴുതനങ്ങയ്ക്ക് ഇട്ട് കൊടുക്കാം. വഴുതനയ്ക്ക് ഇട്ട് കൊടുത്തു. ചൂടൊന്നും വരാതെ തണുപ്പ് കിട്ടി നല്ലപോലെ വളരട്ടെ, നല്ല കായ്ഫലം തരട്ടെ. അല്പം സമാവിനിട്ട് കൊടുക്കാം. റംബൂട്ടാനിട്ട് കൊടുക്കാം.
കറിവേപ്പിലിനിട്ട് കൊടുക്കാം. മാലിമുളകിന് ഇട്ട് കൊടുക്കാം. എല്ലാത്തിനും കരിയിലിട്ട് കൊടുക്കുക. ബ്രൂട്ട് പ്ലാന്റിന്, പച്ചക്കറിക്ക്, പൂച്ചെടികൾക്കെല്ലാം കരിയിലിട്ട് കൊടുക്കുക തണുപ്പിന്. ആന്തൂര്യത്തിനിട്ട് കൊടുത്തു. എല്ലാ പൂക്കൾക്കും, ജമന്തിക്കും, ബാൾസത്തിനും എല്ലാം ഇട്ട് കൊടുക്കുക. റോസയ്ക്കൊക്കെ തണുപ്പ് ഇട്ടിട്ട്. മെലസ്റ്റമയ്ക്കൊക്കെ നല്ലപോലെ വെള്ളം വേണം. അപ്പോൾ കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളമൊക്കെ ഒഴിക്കാം. ആഴ്ചോറും കിച്ചൺ വേസ്റ്റിന് സ്ലറി ഒഴിക്കുന്നുണ്ട്. വേറെ അല്ല, ഇടയ്ക്കിടയ്ക്ക് വേറെ കഞ്ഞിവെള്ളമോ അരി കഴുകിയ വെള്ളമൊക്കെ ഒഴിക്കാം. ദോശമാവ് തീർന്ന പാത്രം കഴുകി വെള്ളം ഒഴിക്കാം. പത്ത് മണിക്ക് ഒഴിക്കാം. കരിയിലിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം നമുക്ക്. വേനൽക്കായതുകൊണ്ട് ഇഷ്ടം പോലെ കരിയിൽ കിട്ടുമല്ലോ. മുസാമ്പിക്ക് ഇട്ട് കൊടുക്കാം. പ്ലാവിനിട്ട് കൊടുക്കാം. വീറ്റിന സൂപ്പർ അല്ലിച്ച ചക്ക തിന്നാലും. പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നു. സ്ലറി ഒഴിക്കുന്നുണ്ട്. നല്ല തണുപ്പ് കിട്ടാനേ. റെഡ് ആപ്പിളിന് ഇട്ട് കൊടുക്കാം. എല്ലാം വെയിലത്ത് നിൽക്കുമ്പോൾ ചുവട്ടി കരിയിലിട്ട് വെള്ളം ഒഴിച്ചാൽ രാവിലെയും വൈകിട്ട് വെള്ളം ഒഴിക്കുക. അപ്പോൾ നല്ല തണുപ്പായി. മുസാമ്പിക്ക് ഇട്ട് കൊടുത്തു. മുസാമ്പിയൊക്കെ പൂവായിട്ട് വരുന്നുണ്ട് കായുണ്ടാകാൻ. മാലിമുളകിന് ഇട്ട് കൊടുക്കുക. മാലിമുളകിന് നല്ല തണുപ്പ് കിട്ടട്ടെ. പിന്നെ എല്ലാത്തിനും കരിയിലിട്ട് വെള്ളം ഒഴിക്കുക. രണ്ട് സൈസ് പൂവുണ്ട്. മഞ്ഞയുണ്ട്, ചുമലയുണ്ട്. അരി കഴുകുന്ന വെള്ളമൊക്കെ വെറുതെ കളയല്ലേ. അപ്പോൾ അതെല്ലാം ഒഴിച്ച് കൊടുക്കുക. കഞ്ഞിവെള്ളം, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. അരി കഴുകിയ വെള്ളമോടെ കുത്തി.